ഹലോ എവ്രി വൺ, വെൽക്കം ടു ലിസ്റ്റസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഹരിഹർ കാക്ക എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 17th പേജാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. जहाँ तक मैं समझता हूँ, फ़िलहाल हरिहर काका पुलिस की सुरक्षा में रह ज़रूर रहे हैं, लेकिन वास्तविक सुरक्षा ठाकुर बारी और अपने भाइयों की ओर से ही मिल रही है. അതായത് നമ്മുടെ നരേറ്റർ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഫിലാൽ, അതായത് നിലവിൽ ഹരിഹർ കാക്കയ്ക്ക് പോലീസിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ സത്യത്തിൽ വാസ്തവിക് സുരക്ഷ, സത്യത്തിൽ സുരക്ഷ കൊടുക്കുന്നത് ഇപ്പം ഠാക്കുർ ബാരിയിലെ ആൾക്കാർ, അതായത് നമ്മുടെ മഹന്തും കൂട്ടരും അതുപോലെ ഹരിഹർ കാക്കയുടെ സഹോദരന്മാരും കൂടി ചേർന്നിട്ടാണ്. ठाकुर बारी के साधु संत और काका के भाई इस बात की प्रति पूरी तरह सतर्क है कि उनमें से कोई या गांव का कोई अन्य हरिहर काका के साथ शोर ज़बरदस्ती ना करने पाए. अदायद ठाकुर बारी के साधु संत और काका के भाई इस बात के प्रति पूरी तरह सतर्क है. അതായത് ഈ ഒരു കാര്യത്തിൽ ഹരിഹർ കാക്കയുടെ സഹോദരന്മാരും ഠാക്കുർ ബാരിയിലെ മഹന്തും മഹന്തിൻ്റെ ബാക്കിയുള്ള ആൾക്കാരും എല്ലാവരും വളരെ ശ്രദ്ധാലുക്കളായിരുന്നു, വളരെ അലേർട്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ कि उनमें से कोई या गाँव का कोई अन्य हरिहर काका के साथ शोर ज़बरदस्ती ना करने पाए. उनमें से कोई എന്ന് പറഞ്ഞാൽ അവരിൽ ഒരാൾ, അതായത് മഹന്ത ഓർക്കുന്നത് ഹരിഹർ കാക്കയുടെ ബ്രദേഴ്സ് ഓർക്കുന്നത് മഹന്തിനെ. അപ്പം അവരിൽ തന്നെ ആരിൽ നിന്നോ അല്ലെങ്കിൽ ഗ്രാമത്തിൽ നിന്ന് മറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നോ ഹരിഹർ കാക്കയ്ക്ക് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളത് അവർക്ക് വളരെ നിർബന്ധമായിരുന്നു. ഓക്കെ, അവർ ഈ ഒരു കാര്യത്തിൽ വളരെ അലേർട്ടായിരുന്നു. ഷോർ സബർദസ്തി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള അദ്ദേഹത്തിനെ തട്ടിക്കൊണ്ട് പോവുമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഉപദ്രവം ഉണ്ടാവുമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അവർ ഉറപ്പ് വരുത്തുന്നുണ്ടായിരുന്നു. അപ്പം साथ ही अपना सद्भाव और मधुर व्यवहार प्रकट कर पुनः उनका ध्यान अपनी और खींच लेने के लिए दोनों दल प्रयत्नशील है. അപ്പം അതോടൊപ്പം തന്നെ അവർ വേറൊരു കാര്യം വളരെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ സദ്ഭാവം എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും കൂടെ വളരെ ഐക്യത്തോടു കൂടി, അതുപോലെ തന്നെ മധുർ വ്യവഹാരം എന്ന് പറഞ്ഞാൽ വളരെ സ്വീറ്റായിട്ട് അദ്ദേഹത്തോട് വീണ്ടും പെരുമാറി എന്ത് ചെയ്യാനാ പുന ഉൻക ധ്യാൻ അപ്പനി ഓർ ഖീഞ്ച് ലേനെ കെ ലിയെ ദോനോ ദൽ പ്രയത്നശീൽ ഹെ. ഹരിഹർ കാക്ക അവരുടെ പക്ഷത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മഹന്ത് വളരെ സ്വീറ്റായിട്ട് ഇടപെട്ടിട്ട് മഹന്തിന് ആ പ്രോപ്പർട്ടി കിട്ടാനും, അതുപോലെ തന്നെ ഹരിഹർ കാക്കയുടെ ബ്രദേഴ്സ് വളരെ സ്വീറ്റായിട്ട് ഹരിഹർ കാക്കയോട് പെരുമാറിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അത് കിട്ടാനും, ഹരിഹർ കാക്കയെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും എന്ത് ചെയ്തു, ഇവർ ഒരു ടീം വർക്ക് തന്നെ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ദൽ പ്രയത്നശീൽ ഹെ. അവർ മൊത്തത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് വളരെ പ്രയത്നിക്കുന്നുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിനെ വശീകരിച്ച് എന്ത് ചെയ്യണം, ആ സ്ഥലം വീണ്ടും അവരുടെ പേരിലേക്ക് എഴുതി കിട്ടാൻ വേണ്ടി അവർ വളരെയധികം പ്രയത്നം നടത്തുന്നുണ്ടായിരുന്നു. गाँव में एक नेताजी है, वह ना तो कोई नौकरी करते हैं और ना खेती गृहस्थी, फिर भी 12 महीने मौज उड़ाते रहते हैं. അപ്പോൾ ഗ്രാമത്തിൽ ഇതുപോലെ തന്നെ ഒരു നേതാജിയുണ്ട്. നേതാജി എന്ന് പറഞ്ഞാൽ ലീഡർ അല്ലേ. അപ്പോൾ വഹ് നാത്തോ കൊയ് നൗക്കരി കർത്തേ ഹെ, അദ്ദേഹം ജോലിയൊന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അതുപോലെ തന്നെ ഓർ നാ ഖേത്തി ഗൃഹസ്ഥി, അതുപോലെ തന്നെ കൃഷിയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ഇല്ല. എന്നിട്ടും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, വളരെ മൗജുടാത്തി എന്ന് പറഞ്ഞാൽ 12 മഹീനയും മൗജുടാത്തെ രഹത്തെ ഹെ, അതായത് 12 മാസവും. 12 എന്ന് പറഞ്ഞാൽ 12 എന്നാണ്, മഹീന എന്ന് പറഞ്ഞാൽ മാസം. അപ്പോൾ 12 മഹീനയും മൗജുടാത്തെ രഹത്തെ ഹെ, വളരെ എൻജോയ് ചെയ്ത് ജീവിക്കുമായിരുന്നു. അതാണ് മൗജുടാത്തെ എന്ന് പറഞ്ഞാൽ, വളരെ രസിച്ച് ഉല്ലസിച്ച് ജീവിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. वह तत्काल गाँव के कुछ विशिष्ट लोगों के साथ उनके पास पहुँचते हैं और यह प्रस्ताव
प्रस्ताव रखते हैं कि उनका ज़मीन में हरिहर उच्च विद्यालय नाम से एक हाई स्കൂൾ खोला जाए. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു, ഈ പറയുന്ന നേതാജി എന്താ ഉൻകാ ധ്യാൻ ഹരിഹർ കാക്ക കി ഓർ ജാത്ത ഹെ. അപ്പം ഹരിഹർ കാക്കയുടെ ഹരിഹർ കാക്കയിൽ അയാളുടെ ശ്രദ്ധ പതിഞ്ഞു. അതായത് ഹരിഹർ കാക്കയെ ഇനി എങ്ങനെയും ഒന്ന് പറ്റിച്ച് ജീവിക്കാം എന്നുള്ളൊരു രീതിയിൽ അദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്തു. വഹ് തൽക്കാൽ ഗാവ് കെ കുച്ച് വിശിഷ്ട ലോഗോം കെ സാത്ത്, ഗ്രാമത്തിലെ കുറച്ച് എന്താ നമുക്ക് എല്ലാ ഗ്രാമത്തിലും എന്തുണ്ടാവും, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർ, വിശിഷ്ടമായിട്ടുള്ള കുറച്ച് ആൾക്കാരെയും ചേർത്ത് എന്ത് ചെയ്തു, ഹരിഹർ കാക്കയുടെ അടുത്ത് ചെന്നിട്ട് പാസ് പഹൂഞ്ച്തേ, എന്നിട്ട് എന്ത് പറഞ്ഞു, പ്രസ്താവ് രഖ്തേക്ക് ഹരിഹർ കാക്കയുടെ പേരിൽ എന്താ ആ സ്ഥലത്ത് ഉൻകി സമീൻമേ, ആ ഒരു സ്ഥലത്ത് ഹരിഹർ ഉച്ച് വിദ്യാലയ, ഹരിഹർ കാക്കയുടെ പേരിൽ ഒരു സ്കൂള് ഓപ്പൺ ചെയ്യാമെന്ന്. ഓക്കെ, ഹരിഹർ ഉച്ച് വിദ്യാലയ നാംസേ, ഹരിഹർ ഉച്ച് വിദ്യാലയ എന്ന് പറഞ്ഞ് പേര് കൊടുത്തിട്ട് ഒരു ഹൈസ്കൂള് തുറക്കാം. ഖോലാജായ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാമെന്നാണ്. അപ്പം ഇസ്സേ ഉൻകാ നാം അമർ ഹോ ജായേഗ. അപ്പം എന്ത് പറ്റും, അദ്ദേഹത്തിന് മരണം ഉണ്ടാകത്തില്ല, അദ്ദേഹത്തിൻ്റെ പേരിന് മരണം ഉണ്ടാകത്തില്ല എന്ന്. അതായത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞാലും എല്ലാവരും ഈ സ്കൂളിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഓർക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ലേക്കിൻ ഹരിഹർ കാക്കയ്ക്ക് ഊപ്പർ തോ അബ് കോയി ഭി ദൂസര രംഗ് ചട്നെ വാല നഹി ഥാ. അപ്പം ഇനി ഒരിക്കലും ഹരിഹർ കാക്കയുടെ മേലിൽ എന്താ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ഇനി ആർക്കും പറ്റില്ല എന്നാണ് പറയുന്നത്. അതാണ് ദൂസര രംഗ് ചട്നെ വാല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഇനി അദ്ദേഹത്തിൻ്റെ എന്താ സ്വാധീനിച്ച് അല്ലെങ്കിൽ നല്ല വാക്കൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ ഇനി ആർക്കും പറ്റിക്കാമെന്ന് വിചാരിക്കേണ്ട എന്നുള്ളതാണ് ആ ഒരു ദൂസര രംഗ് ചട്നെ വാല എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മേലിൽ ഇനി ആരും നിറം വാരി എറിയാമെന്ന് വിചാരിക്കേണ്ട എന്നുള്ളതാണ്. നിറം വാരി എറിയാമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പറ്റിച്ച് ജീവിക്കാം എന്ന് വിചാരിക്കേണ്ട. നേതാജി ഭി നിരാശ് ഹോക്കർ ലൗട്ടാത്തെ ഹെ. അപ്പം നേതാജിക്കും എന്ത് പറ്റി, നിരാശയോടെ തിരിച്ചു പോകേണ്ടി വന്നു. അതായത് അവരുദ്ദേശിച്ച കാര്യം നടന്നില്ല. ഇൻ ദിനോം ഗാവ് കി ചർച്ചാവോം കെ കേന്ദ്ര ഹെ ഹരിഹർ കാക്ക. അപ്പം ഈ ദിവസങ്ങളിലെല്ലാം ഗ്രാമത്തിലെ ചർച്ചകളിലെല്ലാം ഏറ്റവും ചർച്ചകളുടെ കേന്ദ്രം എന്ന് പറയുന്നത് ഹരിഹർ കാക്കയാണ്. ആംഗൻ, ഖേത്ത്, ഖലിഹാൻ, അലാവ്, ബഗീചെ, ബർഗത്ത്, ഹർ ജഗഹ് ഉൻകി ചർച്ച. അപ്പം വീടുകളുടെ മുറ്റത്താണെങ്കിലും കൃഷിസ്ഥലത്താണെങ്കിലും ഖലിഹാൻ നമ്മളൊന്ന് കണ്ട വാക്കാണ്. ഖലിഹാൻ എന്തായിരുന്നു, നമ്മൾ ഗോഡൗൺ എന്നൊക്കെ പറയുന്നത് അല്ലേ, അതാണ് ഖലിഹാൻ. അതുപോലെ അലാവ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ക്യാമ്പ് ഫയർ ഒക്കെ ക്യാമ്പ് ഫയർ ചെയ്യാറില്ലേ, അതായത് നമുക്ക് ഈ തണുപ്പുള്ള സമയത്ത് ചൂട് കിട്ടാൻ വേണ്ടി നമ്മൾ തീ കത്തിക്കത്തില്ലേ, എന്നിട്ട് അതിന് ചുറ്റും ആൾക്കാരിക്കും, അതിനെയാണ് അലാവ് എന്ന് പറയുന്നത്. ബഗീചെ പൂന്തോട്ടം, ബർഗത് എന്താ ആൽമരം അല്ലേ. അപ്പോൾ ആൽമരത്തിൻ്റെ ചോട്ടിലും എവിടെയൊക്കെ ആൾക്കാർ കൂടുന്നുണ്ടോ അവിടെയെല്ലാം ഹരിഹർ കാക്കയാണ് അവിടുത്തെ സംസാര വിഷയം. അപ്പോൾ ഉൻകി ഘട്ന കി തരഹ് വിചാരണീയ ഓർ ചർച്ചനീയ കോയി ദൂസരി ഘട്ന നഹി. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആ ഒരു ഇഷ്യൂവിൻ്റെ അത്രയും ഘട്ന കി തരഹ് എന്താ ആ ഒരു സംഭവത്തിൻ്റെ അത്രയും വിചാരണീയ, അത്രയും പ്രാധാന്യവും ഓർ ചർച്ചനീയ, അത്രയും യോഗ്യവുമായിട്ടുള്ള, അത്രയും പ്രാധാന്യവും അത്രയും യോഗ്യവുമായിട്ടുള്ള രണ്ടാമതൊരു സംഭവം ആ ഗ്രാമത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഹരിഹർ കാക്കയുടെ വീട്ടിൽ സംഭവിച്ച അല്ലെങ്കിൽ ഹരിഹർ കാക്കയ്ക്ക് സംഭവിച്ച ഈ ഒരു കാര്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിചാരണീയ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്നാണ്. ഓക്കെ, അതുപോലെ ചർച്ചനീയ എന്ന് പറഞ്ഞാൽ എന്താ, യോഗ്യതയുള്ളത്, അത്രയും യോഗ്യതയുള്ള മറ്റൊരു വിഷയം ഇല്ല എന്ന്. അപ്പോൾ गाँव में आए दिन छोटी बड़ी घटनाएं घटती रहती है, लेकिन काका के प्रसंग के सामने उनका कोई अस्तित्व नहीं. അപ്പോൾ ഗ്രാമത്തിൽ എല്ലാ ദിവസവും ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ഘട്നായും ഘട്ടി രഹത്തിയെ, എല്ലാ ദിവസവും ഓരോരോ കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ എന്ത് പറ്റുന്നുണ്ട്, ലേക്കിൻ കാക്കാക്കെ പ്രസംഗക്കെ സാമനെ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിഷയത്തിന് മുമ്പിൽ കോയി അസ്തിത്വ നഹി, ഉൻകാ കോയി അസ്തിത്വ നഹി, അതായത് മറ്റുള്ള പ്രശ്നങ്ങൾക്കൊരു ഒരു രീതിയിലുള്ള എക്സിസ്റ്റൻസും ഇല്ല, അതായത് അതിനൊരു അസ്തിത്വവുമില്ല, നിലനിൽപ്പില്ല എന്നുള്ളതാണ്. ഹരിഹർ കാക്കയുടെ ഈ സംഭവത്തിന് മുമ്പിൽ വേറൊരു സംഭവത്തിനും ഒരു
निलनिल्पिल्ला। गांव में जहाँ कहीं और जिन लोगों के बीच हरिहर काका की चर्चा छिड़ती है तो फिर उसका कोई अंत नहीं. അപ്പം ഗ്രാമത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ആൾക്കാരുടെയൊക്കെ ഇടയിൽ ഹരിഹർ കാക്കാക്ക് ചർച്ച ചിട്ടി ഹെ, എപ്പോഴെങ്കിലും ഹരിഹർ കാക്കയായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഇഷ്യൂവിൻ്റെ ഒരു ചെറിയ തീപ്പൊരി എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ട് കിട്ടിയാൽ മതി, ഫിർ ഉസ്കാ കോയി അന്ത് നഹി, പിന്നെ അതിനൊരു അവസാനം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ലോഗ് തര തരക്കി സംഭാവനയും വ്യക്ത കർത്തേ ഹേ, രാം ജാനെ ക്യാ ഹോഗ. അപ്പം മനുഷ്യരെന്താ അവരവരുടെ കയ്യിൽ നിന്നിട്ട് അവരവരുടെ കയ്യിൽ നിന്ന് ഓരോ സംഭാവന ഈ പ്രശ്നത്തിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയും എന്താ, ദൈവത്തിനറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ഓക്കെ, രാം ജാനെ ക്യാ ഹോഗ. ദോനോം ഓർ കെ ലോഗോം നെ അങ്കൂട്ടേക്ക് നിഷാൻ ലേലിയെ. അപ്പം ഹരിഹർ കാക്കയും അതുപോലെ തന്നെ മഹന്തും അതുപോലെ തന്നെ ഹരിഹർ കാക്കയുടെ സഹോദരന്മാരും അദ്ദേഹത്തിൻ്റെ തമ്പ് ഇംപ്രഷൻ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ലേക്കിൻ ഹരിഹർ ने अपना बयान दर्ज कराया है कि वे दोनों लोगों में से किसी को अपनी ज़मीन का उत्तराधिकारी नहीं मानते हैं. പക്ഷേ ഹരിഹർ കാക്ക എന്ത് ചെയ്തിട്ടുണ്ട്? ബയാൻ ദർജ് കരായ, അതായത് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ദോനോം ലോകം, ഈ രണ്ട് കൂട്ടർക്കും തൻ്റെ സ്ഥലത്തിന് യാതൊരു തരത്തിലുള്ള അവകാശവും ഇല്ല എന്നുള്ളത് അദ്ദേഹം കേസായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം ഇവരെ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ സ്ഥലത്തിൻ്റെ അവകാശികളായിട്ട് കണ്ടിട്ടില്ല. ദോനോം ഓർ കെ ലോഗോംനെ ജബ്രൻ ഉൻകെ അങ്കൂട്ടേക്ക് നിഷാൻ ലിയേ ഹെ. രണ്ടുപേരും എന്ത് ചെയ്തിട്ടാണ് അദ്ദേഹത്തിനെ കൊണ്ട് ബലാത്കാരമായിട്ടാണ് ആ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹം ഇഷ്ടത്തോടു കൂടി ചെയ്തതല്ല. इस स्थिति में उनके बाद उनकी जायदाद का हकदार कौन है. അപ്പം ഇങ്ങനെയുള്ളൊരു സ്ഥിതിയിൽ, ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ എന്താ അദ്ദേഹത്തിൻ്റെ ആ പ്രോപ്പർട്ടിയുടെ ജായദാദ് എന്തായിരുന്നു? പ്രോപ്പർട്ടി അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് അർഹതയുള്ളത്, ഹക്ദാർ എന്ന് പറഞ്ഞാൽ അർഹത എന്നാണ്. അപ്പം ആരായിരിക്കും ഈ പ്രോപ്പർട്ടിക്ക് അർഹനായിട്ടുള്ളത്? ഹക്ദാർ കോൻ ഹോഗ. ഈ ഒരു പ്രോപ്പർട്ടിക്ക് അർഹതയുള്ളത് ആർക്കായിരിക്കും? ലോഗോം കെ ബീച്ച് ബഹത് ചിട് ജാത്തി ഹെ. അപ്പം മനുഷ്യർക്കിടയിൽ എന്താ ഈ ഒരു ചർച്ച ഒരു തീപ്പൊരിയായിട്ട്, ഓക്കെ, ചെറുതായിട്ടൊന്ന് സ്പാർക്ക് ചെയ്താൽ മതി, അപ്പോഴേ അത് വലിയൊരു കാട്ടുതീ പോലെ പടർന്നോളും എന്നാണ്. അപ്പം ലോഗോം കി ബീച്ച് ബഹസ് ചിട് ജാത്തി, ഈ ഒരു ചർച്ച തീപ്പൊരിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഉത്തരാധികാരി കെ കാനൂൻ പർ ജോ ജിത്തനി ജാൻതാ ഹെ ഉസ്സെ 10 ഗുണ അധിക ഉഗൽ ദേത്താ ഹെ. അപ്പം ഉത്തരാധികാരി എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെന്താ ഇതിന് പറയുന്നത്? പിന്തുടർച്ച അവകാശി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, സക്സസർ നമ്മൾ പറയാറുണ്ട്. അപ്പം ഈ ഒരു ഇതിനുള്ള അവകാശം ഉത്തരാധികാരിക്ക് കാനൂൻ. അപ്പം ഉത്തരാധികാരിയുടെ ഈ ഒരു എന്താ പറയേണ്ടത്, അയാൾക്കുള്ളൊരു അവകാശം അല്ലെങ്കിൽ അയാൾക്കുള്ളൊരു അയാളുടെ നിയമം എന്നൊക്കെ പറയുന്നത് ജോ ജിത്തന ജാൻതാ ഹെ, അതിനെപ്പറ്റി എന്തൊക്കെ അറിയാവോ, ഉസ്സെ 10 ഗുണ അധിക ഉഗൽ ദേത്താ ഹെ, അതിനെപ്പറ്റി ഒരു 10 ഇരട്ടി അതായത് ഈ സ്ഥലത്തിൻ്റെ അവകാശത്തിനെ പറ്റി അവർക്ക് എന്തൊക്കെ നിയമം അറിയാവോ അതിനെക്കാട്ടിലും ഒരു 10 ഇരട്ടിയായിട്ടാണ് അവരെ പറ്റി സംസാരിക്കുന്നത്. ഫിർബി കോയി സമാധാൻ നഹി നിക്കൽത്ത, എന്നാൽ പോലും അവർക്ക് ഇത്രയൊക്കെ സ്വന്തമായിട്ട് കൈ നിട്ട് പറഞ്ഞാൽ പോലും അവർക്ക് അതിലൊരു സമാധാനമോ സംതൃപ്തിയോ കണ്ടെത്താനായിട്ട് പറ്റാറില്ല. രഹസ്യ ഖത്മ നഹി ഹോത്ത ആശങ്കായും ബനി ഹി രഹത്തി ഹെ. അപ്പം അവർ പറയുന്ന ഓരോരോ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ഈ ഒരു ആർഗ്യുമെൻസിനൊന്നും ഒരിക്കലും ഒരു അവസാനമില്ല. അതുപോലെ തന്നെ ആശങ്കകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്, മുമ്പോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ലേക്കിൻ ലോഗ് ആശങ്കാവും കോ നസർ അന്ദാസ് കർ അപ്പനി പക്ഷധർത്ത ശുരു കർ ദേത്തെ ഹേ കി ഉത്തരാധികാർ ഠാക്കുർബാരി കോ മിൽത്താ തോ ഠീക്ക് രഹത്ത. അപ്പം സത്യത്തിൽ അവിടെയുള്ള ആശങ്കകളൊന്നും നസർ അന്ദാസ് എന്ന് പറഞ്ഞാൽ കണ്ടില്ല എന്ന് നടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം
പല കാര്യങ്ങളും എന്താ അവർ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അപ്പം ഈ പക്ഷധർത്ത എന്ന് പറഞ്ഞാൽ എന്താ പക്ഷപാതം അല്ലേ, അവരുടെ പാർഷ്യാലിറ്റി അവർ തുടങ്ങിക്കഴിഞ്ഞു. അവരെന്താ ചെയ്യുന്നത്, കർ ദേത്തെ ഹേക്ക് ഉത്തരാധികാർ ഠാക്കുർ ബാരിക്കോ മിൽത്ത തോ ടീക്ക് രഹത്ത. അപ്പം ഠാക്കുർ ബാരിയുടെ അനുയായികൾ പറയുന്നത്, അല്ലെങ്കിൽ ഠാക്കുർ ബാരിയുടെ എന്താ അനുകൂലികൾ പറയുന്നത് അത് ഠാക്കുർ ബാരിക്ക് കിട്ടുന്നതാണ് നല്ലതെന്നാണ്. അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊന്നും അവർ കൂടുതലായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. നസ്രന്ദാസ് അതായത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരെന്ത് പറയുന്നു, ഇത് ഠാക്കുർ ബാരിക്ക് കിട്ടുന്നതാണ് നല്ലത് എന്നവർ പറഞ്ഞു വെക്കുകയാണ്. ദൂസരി ഓർ കെ ലോഗ് കഹത്തെ കി ഹരിഹർ കെ ഭായിയോം കോ മിൽത്താ തോ സ്യാദ അച്ഛാ രഹത്ത. അപ്പം സെക്കൻഡ് വേറൊരു ഗ്രൂപ്പുണ്ട് അല്ലേ, അവർ പറയുന്നത് എന്താ, ഠാക്കുർ ബാരിക്കല്ല ഹരിഹർ കാക്കയുടെ കുടുംബത്തിന് കിട്ടുകയാണെങ്കിൽ, സഹോദരന്മാർക്ക് കിട്ടുകയായിരുന്നെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരുന്നു എന്ന് മറ്റേ കൂട്ടരും പറയുന്നുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എപ്പോഴും എക്സ്പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ 17th പേജ്. അപ്പോൾ ഇനി ഒരൊറ്റ പാർട്ടോടുകൂടി നമ്മുടെ ഹരിഹർ കാക്ക എന്ന് പറയുന്ന ഈ ചാപ്റ്റർ തീരാണ്. ഓക്കെ, താങ്ക് യു.